ഇസ്സത്താണ് ഇസ്ലാം, ഒരു അന്തസ്സാണ് ഇസ്ലാം, അല്ലേ? അങ്ങനെ അഭിമാനം കൊള്ളാൻ നമുക്ക് കഴിയണം. മുസ്ലിങ്ങളായതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. അത്തരം ഇസ്സത്ത് എവിടെയെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ നമുക്ക് തളർച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായി ഈ റമദാനിനെ കാണണം എന്ന നിലക്കാണ് ജമാഅത്തെ ഇസ്ലാമി കേരള ഹൽക്ക ഈ ഒരു തലക്കെട്ടിൽ ഈ റമദാനിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലം വരും, അന്ന് തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ അക്ലതു ഇലാ കസ്അതിഹ. ഒരു ഭക്ഷണ പാത്രത്തിലേക്ക്, തളികയിലേക്ക് അതിന് ചുറ്റുമിരുന്ന് ആളുകൾ കൈനീട്ടുന്നത് പോലെ ഈ ഉമ്മത്തിന് നേരെ മറ്റുള്ളവർ ആക്രമണം നടത്തുന്ന ഒരു കാലം വരും. അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഉമ്മത്തിന് വരും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അവമിൻ ഖില്ലത്തിൻ ബിനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? അങ്ങനെയാണല്ലോ, ന്യൂനപക്ഷങ്ങളെയാണല്ലോ എന്നും അടിച്ചമർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ, അതുകൊണ്ടല്ല, അന്തും കസീറൂൻ, നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും, പക്ഷേ ഉസാഉൻ ക ഉസാഇ സൈലി, ഒഴുക്കുവെള്ളത്തിലെ ചണ്ടി പോലെയായിരിക്കും അന്ന് ഈ ഉമ്മത്ത്. പ്രതികരണശേഷിയില്ലാത്ത, ജീവനില്ലാത്ത ചണ്ടികൾ. അങ്ങനെയാണല്ലോ, ചണ്ടികൾ വെള്ളം കെട്ടി നിന്നാൽ അവിടെ കെട്ടി നിൽക്കും, വെള്ളം അങ്ങോട്ട് ഒഴുകിയാൽ അങ്ങോട്ട് പോകും, ദിശ മാറിയാൽ അതിനനുസരിച്ച് ഒഴുകും. ഇതാണ് ഈ വേസ്റ്റിൻ്റെ. അങ്ങനെ വേസ്റ്റുകളായി മാറുന്ന ഒരു കാലം ഈ ഉമ്മത്തിന് വരും. അന്നാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവരെ ആക്രമിക്കപ്പെടുക. ഇസ്സത്തില്ലാത്ത ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. നമുക്കറിയാം, അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നിരാശപ്പെടേണ്ടതില്ല, മുഴുവൻ ആളുകളും അങ്ങനെയല്ല എന്നും മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഏറെക്കുറെ അങ്ങനെയാണ്. നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം നേതൃത്വങ്ങൾ പോലും നമ്മുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മടിക്കുന്ന, ആരുടെയൊക്കെ മുന്നിൽ ഭയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇസ്സത്ത്, തകർന്നിട്ടുള്ള അന്തസ്സ് എവിടെയെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ, പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് വീണ്ടെടുക്കാൻ ഈ റമദാനിൻ്റെ ഉടനീളമുള്ള നമ്മുടെ അമലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാതിരാജനായ അള്ളാഹ്, തുത്തിൽ മുൽക്ക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്കാണ് നീ അധികാരം നൽകുക. തൻസിഉൽ മുൽക്ക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് മുൽക്കിനെ നീ ഊരിയെടുത്ത് കളയും. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകും. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുകയും ചെയ്യും. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മയും നിലകൊള്ളുന്നത് റഹ്മാനെ നിൻ്റെ കരങ്ങളിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് സൂറത്ത് ആലി ഇമ്രാനിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇസ്സത്ത് അള്ളാഹുവിൽ ഉള്ളതാണ്. അള്ളാഹുവാണ് ഇസ്സത്ത് നൽകേണ്ടത്. വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, ഇസ്സത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ പക്കലാണ്. അള്ളാഹു നമ്മെ ഇസ്സത്തുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലിങ്ങനെ പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാം കൊണ്ട് അള്ളാഹു ഇസ്സത്ത് നൽകിയ ഒരു ജനതയാണ് നമ്മൾ. ഇസ്ലാമാണ് നമ്മുടെ ഇസ്സത്ത്. ഇത് പറയാനും ആളുകൾക്ക് മടിയാണ്, വഷളാണ്.
ഞാൻ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ചില സദസ്സുകളിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് നാണമാണ്, പലർക്കും അജ്ഞതയാണ്, പലർക്കും അറിയില്ല, എന്താണെന്ന് പോലും അറിയില്ല ഇസ്ലാം. അങ്ങനെ ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മൾ. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മബ്തഗൈനൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം. ഇസ്ലാം അല്ലാത്ത മാർഗത്തിലൂടെ നമ്മൾ ഇസ്സത്തിനെ അന്വേഷിക്കുകയാണെങ്കിൽ സാമ്പത്തികമായി ഉയർന്നാൽ ഇസ്സത്ത് ഉണ്ടാകും, ഏതെങ്കിലും രാഷ്ട്രീയക്കാരോടൊപ്പം ചേർന്നാൽ ഇസ്സത്തുണ്ടാകും, ഏതെങ്കിലും കുടുംബ മഹിമ കൊണ്ട് ഇസ്സത്തുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക് ഇസ്ലാം അല്ലാത്ത മാർഗത്തിലൂടെ ഇസ്സത്തിനെ ഒരാൾ തേടുകയാണെങ്കിൽ നമ്മൾ തേടുന്ന ഒരു കാലം വന്നാൽ അദല്ലനല്ലാഹ്, അന്ന് അള്ളാഹു നമ്മെ ഇകഴ്ത്തിക്കളയും എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറയുന്നുണ്ട്. നമുക്കറിയാം, എവിടെയും നമുക്കത് ഞാൻ മുസ്ലിമാണ് അത് പറയാനുള്ള വിവരം വേണം. നമുക്ക് വിവരമുണ്ടാകുമ്പോഴാണല്ലോ ഒരു സംഗതിയുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കുക. ഒരു ചെക്കനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ പിന്നെ കാണാറുണ്ട്, സലാം പറയാറുണ്ട്, അവൻ്റെ പേരറിയാം, അവളുടെ പേരറിയാം, പിന്നെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്, അങ്ങനെ പിരിഞ്ഞു പോകാറുണ്ട് സാധാരണ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ഇത് നമ്മുടെ മറ്റേ ആചാരം മോളല്ലേ, ഇതോ ഞാൻ എന്നും കാണുന്ന കുട്ടിയാണല്ലോ അത്. പിന്നെ സലാമിൻ്റെ പ്രത്യേകത വേറെ ഉണ്ട്. ആദ്യം നമുക്ക് ആളറിയില്ലായിരുന്നു, അസ്സലാമു അലൈക്കും, അത് ശരി, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സലാം പറയും. അപ്പോൾ അറിയുമ്പോഴാണ്, അറിയാത്തവരോട് നമ്മൾ ഇത് കാണുന്ന സമീപനം ഒന്ന് വേറെ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ മകനെന്നോ മകളെന്നോ അല്ലെങ്കിൽ അനുജനെന്നോ ഒക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകടനമുണ്ടല്ലോ. ഇസ്ലാം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല. പണ്ടൊരു ചങ്ങായിയുടെ കഥ പറയലുണ്ട്. ഇപ്പം അങ്ങനെയാണ്, കുറേ ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ ഈ കഥ പറഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾ ഗംഭീര ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഓക്കെ, പുരുഷന്മാർക്ക് ഏതായാലും മനസ്സിലാവും. ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അവന് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോൾ കുറേ ചെക്കന്മാരുണ്ട്, അവർക്ക് ഒന്നും അറിയില്ല. ഈമാൻ കാര്യം അറിയില്ല, ഇസ്ലാം കാര്യം അറിയില്ല, നിസ്കരിക്കേണ്ട എങ്ങനെയാണെന്നറിയില്ല. നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞോളുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ദീനുമായി പ്രസ്ഥാനവുമായി ഒക്കെ ചുറ്റുപറ്റി നിൽക്കുന്ന ആളുകളായ കാരണം ഒരുപക്ഷെ നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചില ഭാഗങ്ങളിൽ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഇവൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം റെഡിയായപ്പോൾ നല്ല അഫ്ദൽ ഉലമക്കൊക്കെ പഠിച്ച നല്ല ദീനിയായ പെൺകുട്ടി അത്ര ഇവന് പുതിയണ്ണായിട്ട് റെഡിയായത്. അപ്പോൾ അജഗജാന്തരാണല്ലോ രണ്ടാളും തമ്മിൽ. ഇവന് ഇസ്ലാമിൽ ചുക്കും അറിയില്ല, ഇവൾക്ക് നന്നായി ദീൻ അറിയുകയും ചെയ്യാം. അങ്ങനെ ഇവനിങ്ങനെ ആലോചിച്ച്, പടച്ചോൻ ഞാൻ ഇനിയിപ്പോൾ കല്യാണം കഴിച്ച അവളെ മുന്നിൽ ഞാൻ ആകെ വഷളായി പോകുമല്ലോ, എനിക്കൊന്നും അറിയില്ല, ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഇവൻ്റെ ഒരു കൂട്ടുകാരനോട് ഈ വിവരം പറഞ്ഞു, ഞാൻ ആകെ ചീളിപ്പോയി, ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഇസ്ലാം എന്താണെന്ന് കുറേശ്ശെ പഠിക്കണം. അപ്പോൾ ഇവൻ വിചാരിച്ചു എന്തായാലും ഇത് ഒരു അവസരമാണ്, നല്ലൊരു 8ൻ്റെ പണി കൊടുക്കാം. അങ്ങനെ ഇവൻ തീരുമാനിച്ചു, ഇവൻ ഉറപ്പിച്ചു, ഇവന് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ പറയണ പോലൊക്കെ നീ ചെയ്താൽ മതി, നമുക്ക് സ്റ്റെപ്പായി എന്ത് ചെയ്യാം, പഠിച്ച് അവളെ മുന്നിലല്ലേ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ആദ്യൊരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ദുആ പഠിപ്പിച്ചു തരാം നിനക്ക്. ആ ദുആ നീ ആദ്യമായിട്ട് അവൾ നിൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളെ തലയിൽ കൈവച്ച് ഈ ദുആ ചൊല്ലണം എന്ന് പറഞ്ഞു. ഈ സാധു കുത്തിരുന്ന് ഈ ദുആക്കെ പഠിച്ചു. നമ്മളാരും മോന് ഇങ്ങനെ ഇപ്പോൾ വിട്ടാൽ ശരിയാവുമോ എന്ന രീതിയിൽ ഈ ദുആക്കെ കാണാതെ ദിവസങ്ങളെടുത്ത് കുത്തിരുന്ന് പഠിച്ച് ആദ്യമായിട്ട് തന്നെ ഇവളെ കണ്ടപ്പോൾ ഇവളെ മുന്നിൽ അവൻ ആളാകാൻ വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് ഇവൻ ചൊല്ലിയത്രേ, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞ മാതിരി. അത്രമേൽ അജ്ഞത, ഇതൊരു കഥയായിരിക്കാം, തമാശയായിരിക്കാം, അത്രത്തോളം അജ്ഞത ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ട്, ഇസ്ലാമിൻ്റെ വലുപ്പം അറിയാത്തത് കൊണ്ട് അതിൽ ഒരു അന്തസ്, ഒരു അഭിമാനം തോന്നാത്ത ഒരു കാലം മുസ്ലിം സമുദായത്തിനുണ്ട്. ഇത് നമുക്ക് തിരിച്ചു പിടിക്കണം. ഇത് മുസ്ലിം സമുദായം, നമ്മൾ ഇസ്സത്തുള്ള ആളുകൾ, നമ്മൾ ഇസ്സത്തിൽ മുന്നേറണം. ഇല്ലാത്തവരിലേക്ക് സ്വന്തം കാലിൽ നിൽക്കാനും
ഇസ്സത്ത് പണയം വെക്കാതെ ഇപ്പോൾ ഫലസ്തീനിലെ മുസ്ലിങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്തെല്ലാം പ്രതിസന്ധികൾ നാനാഭാഗങ്ങളിൽ നിന്നും, ലോകത്തിലെ വമ്പൻ രാട്ടങ്ങൾ, ഏറ്റവും വലിയ ആയുധ ശേഖരത്തിൻ്റെ ആളുകൾ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പോലും നേരിടാൻ ശ്രമിച്ചിട്ടും അവർക്കൊരു സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അവർക്കെല്ലാം തിരിച്ചു കിട്ടും. പക്ഷെ അന്തസ്സ് പണയം വെക്കാൻ ഫലസ്തീനിലെ സ്ത്രീകളോ കുട്ടികളോ പുരുഷന്മാരോ അവിടുത്തെ വൃദ്ധന്മാരോ തയ്യാറായില്ല എന്നുള്ളത് ലോകത്തിലെ മുസ്ലിമീങ്ങൾക്ക് എന്നും പ്രചോദനമായിട്ടുള്ള, ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രചോദനമായിട്ടുള്ള ജീവിക്കുന്ന ഉദാഹരണമാണ് ഫലസ്തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ ഇനിയും കരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്ത് എവിടെയും നഷ്ടപ്പെടുത്തേണ്ടതില്ല. സൂറത്തുൽ കഹ്ഫിൽ പ്രധാനപ്പെട്ട ചില കഥകൾ പറയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രത്യേകം വായിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നുണ്ട്. 7 ചെറുപ്പക്കാർ, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. മനോഹരമായിട്ടുള്ള കഥയാണല്ലോ അത്. അവർ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്, മനസ്സുകൾക്ക്, കൽബുകൾക്ക് നാം കരുത്ത് നൽകി. ഇത് ഖാമു, അവർ എഴുന്നേറ്റ് നിന്ന സന്ദർഭം, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂതലങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള റബ്ബാണ് എന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. ദക്കിയാനൂസ് എന്ന് പറയുന്ന രാജാവിൻ്റെ മുന്നിൽ ഉച്ചൈസ്തരം അവർ പറഞ്ഞു. അവരെ കൊല്ലാനാണ് രാജാവ് വിധിച്ചത്. പിന്നീട് അങ്ങോട്ട് ആ ഇസ്സത്തുള്ള, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വസിച്ച ആ ചെറുപ്പക്കാർക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ സഹായം സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ വിശദമായി തന്നെ ഒരു കിസ്സയായി തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇസ്സത്ത് വീണ്ടെടുക്കാൻ ശ്രദ്ധിക്കേണ്ട 1, 2, 3 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, ഈമാൻ തന്നെയാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടെന്നും ഒരു നാഥനേ ഉള്ളൂ എന്നും ആ അള്ളാഹുവാണ് ഈ പ്രപഞ്ചമാകെ സകലം സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള ഉറച്ച ബോധ്യമുണ്ടല്ലോ. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മാനിഅ ലിമാ അഅതൈത. അല്ലാഹുവേ, അല്ലാഹുമ്മ, നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലാറുള്ള ദിക്റിൻ്റെ ഒരു ഭാഗമാണത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ തന്നതിനെ തടയാൻ ആരുമില്ല. അങ്ങനൊരു ബോധ്യമുണ്ടല്ലോ നമുക്ക്. ആ അചഞ്ചലമായ, പതറാത്ത, ചിതറാത്ത ഈമാൻ, അള്ളാഹുവിനെ മുറുകെ പിടിച്ചുള്ള ഈമാനുമാണ് ഒന്നാമതായി നമുക്ക് വേണ്ടത്. ആ ഈമാൻ ശക്തിപ്പെടുത്താൻ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ഉപകരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നോമ്പ്. അതാണ് നേരത്തെ സൂചിപ്പിച്ച അസ്സൗമു ജുന്ന. നോമ്പ് നമുക്കൊരു പരിചയം. പിശാചിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാനുള്ള, പ്രതിരോധിക്കാനുള്ള പരിച എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം മനുഷ്യനെ എല്ലാവിധ മ്ലേച്ഛ വൃത്തികളിൽ നിന്നും തടയുകയാണ്. അങ്ങനെ തടയാൻ കഴിയണം. നിസ്കാരം ഒരാളെ പലിശയിൽ നിന്ന് തടയണം. നിസ്കാരം ഒരാളെ മദ്യപാനത്തിൽ നിന്ന് തടയണം. നിസ്കാരം ഒരാളെ ഹറാമുകളിൽ നിന്ന് തടയണം. അങ്ങനെ തടയുമ്പോഴാണ് ആ നിസ്കാരം യഥാർത്ഥ നിസ്കാരമായി തീരുന്നത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സക്കാത്തും അങ്ങനെയാണ്. തുതഹിറുഹും ബിഹാ വ തുസക്കീഹിം. സക്കാത്ത് കൊടുക്കുമ്പോൾ ആ സക്കാത്ത് അവരെ സംസ്കരിക്കുകയാണ്, ആത്മീയമായി അവരെ വളർത്തുകയാണ്, അവരെ സമ്പത്തിനെ പോലും ആ സക്കാത്ത് ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് സക്കാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഹജ്ജ് ചെയ്തു ഒരാൾ തിരിച്ചു വരുമ്പോൾ റജഅ കയൗമ വലദതുഹു ഉമ്മു, ഉമ്മ ഇപ്പോൾ പ്രസവിച്ച നവജാത ശിശുവിനെ പോലെ ആയിത്തീരുകയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരാൾ. അങ്ങനെയാണ് എല്ലാ ആരാധനാ കർമ്മങ്ങളും. ഇസ്ലാമിലെ നിസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, എല്ലാ ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ഈമാനിനെ, ആത്മീയമായ ബലത്തെ ശക്തിപ്പെടുത്തേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ്.
പരിശുദ്ധ റമദാനിൽ നമ്മൾ നോക്കുന്ന നോമ്പ്. അതുകൊണ്ട് നോമ്പ് കൊണ്ട് നമുക്ക് ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന തഖ്വ ആർജിക്കാൻ കഴിയണം. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ തഖ്വയെക്കുറിച്ച്. ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു വൈറസ്, ഒരു അണുബാധ, അല്ലെങ്കിൽ ശരീരത്തെ കേടാക്കുന്ന എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കാതിരിക്കാൻ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ അന്തരീക്ഷത്തിലൂടെയോ ഒക്കെ ശരീരത്തെ അപകടപ്പെടുത്താതിരിക്കാൻ. ഇപ്പോൾ നമ്മൾ മാസ്ക് വെക്കുന്നത് എന്തിനാ? ചില പൊടിപടലങ്ങൾ കയറാതിരിക്കാൻ. അങ്ങനെ നമ്മൾ ആ സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ. ഇതാണ് വിക്കായത്ത്. ഇതാണ് ഭാഷാപരമായി നേരത്തെ സൂചിപ്പിച്ച വിക്കായത്ത്, സൂക്ഷ്മത, ജാഗ്രത. ഈ ജാഗ്രത അള്ളാഹുവിൻ്റെ കോപം നമുക്ക് കിട്ടാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ നരകത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ ഈ ഒരു ജാഗ്രത സത്യവിശ്വാസി ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തണം. അതിനാണ് നമ്മൾ പറയുന്ന തഖ്വ. അതാണ് ഖുർആനിൽ പലയിടങ്ങളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമുഅ ഖുതുബകളിൽ നിർബന്ധമായും പറയാൻ കൽപ്പിക്കപ്പെട്ട കാര്യമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഈ തഖ്വ നേടിയെടുക്കാൻ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, കം മിൻ സ്വായിമിൻ, ചില നോമ്പുകാർ, എത്ര നോമ്പുകാരാണ്, അവർ യത്റുക്കു തആമഹു വ ശറാബ, വെറുതെ വെള്ളവും ഭക്ഷണവും ഒക്കെ ഒഴിവാക്കി അവർ നടക്കുകയാണ്. ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹ്ക്ക് ആ നോമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല, അള്ളാഹു അത് സ്വീകരിക്കാൻ പോണില്ല. ആ നോമ്പിന് പടച്ചവനൊരു പ്രതിഫലവും നൽകുന്നില്ല. അവരെ കണ്ണിന് നോമ്പില്ല, അവരെ കാതിന് നോമ്പില്ല, അവരെ നാവിന് നോമ്പില്ല, അവരുടെ കൈകാലുകൾക്ക് നോമ്പില്ല. നോമ്പുള്ളത് അവരുടെ വയറിന്, ആമാശയത്തിന് മാത്രമാണ്. അങ്ങനെ എത്ര നോമ്പുകാരാണ് ഉള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ വിധത്തിലുള്ള നോമ്പുകാരാവരുത് നമ്മൾ. അപ്പോൾ നമ്മുടെ നോമ്പ് കൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഖുർആൻ പാരായണങ്ങളിലൂടെ, നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങളിലൂടെ, നമ്മുടെ മറ്റ് അദ്കാറുകളിലൂടെ, നമ്മുടെ ഫിക്റുകളിലൂടെ ഒക്കെ നമുക്ക് ആത്മീയമായ കരുത്ത് നേടിയെടുക്കാൻ കഴിയണം. രണ്ടാമതൊരു കാര്യം പറയുന്നത്, നമുക്ക് ഈമാനിന് പുറമെ ശക്തി, ഒന്ന് ഈമാനിൻ്റെ ശക്തി, മറ്റേ ആത്മീയ ശക്തി, മറ്റൊന്ന് ഭൗതിക ശക്തി ഉണ്ടാകണമെന്നാ. ഭൗതിക ശക്തി എന്താ? ഭൗതിക ശക്തി നമുക്ക് രാഷ്ട്രീയമായി ഈ രാജ്യത്തെ നിലവിലുള്ള സംവിധാനങ്ങളിൽ എന്നുകൊണ്ട് രാഷ്ട്രീയമായി ശക്തിപ്പെടാൻ നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. രാഷ്ട്രീയമായ ശക്തി, അതുപോലെ തന്നെ മീഡിയ രംഗത്തെ ശക്തി, വിദ്യാഭ്യാസ രംഗത്തെ ശക്തി. നമ്മുടെ മക്കൾ കേവലം ഭൗതികമായി ഇങ്ങനെ പഠിച്ച് മുന്നേറിയാൽ പോരാ, അതോടൊപ്പം ആത്മീയതയെയും ദീനിനെയും കണക്ട് ചെയ്ത് പഠിക്കാൻ മക്കൾക്ക് സാധിക്കണം. മീഡിയ രംഗത്ത് വളരണം. മീഡിയ വാറാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാറ്. മീഡിയകളാണ് പല പ്രോപ്പഗണ്ടകളും അഴിച്ചുവിടുന്നത്. മീഡിയകളാണ് സമൂഹത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ, പ്രത്യേകിച്ച് തിന്മകളെ വല്ലാതെ പ്രചരിപ്പിക്കുന്നത്. അത് ചിലപ്പോൾ സിനിമകളാകാം, നാടകങ്ങളാകാം. ഈ സിനിമ നാടകം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ പാട്ടുകളാകാം, വിപ്ലവ ഗാനങ്ങളാകാം. ചില ആളുകൾക്ക് അത് തൊട്ടതൊക്കെ ഹറാമാണ്. സിനിമ എന്ന് കേൾക്കുമ്പോഴേക്ക് ഹറാം, സിനിമയുടെ വലിയ ഭാഗം ഹറാമാണ്. പക്ഷേ സിനിമ എന്നൊരു കലയുണ്ടല്ലോ, ഒരു മാധ്യമമുണ്ടല്ലോ, അത് റസൂലിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതൊരു ചിത്രീകരണമാണ്. അത് ഹലാലായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പാട്ടും അങ്ങനെ തന്നെയാണ്. മിണ്ടിയാലെല്ലാം ഹറാമാക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ കത്തിയെക്കുറിച്ച് ചോദിച്ചാൽ, കത്തി എന്ന സാധനം ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസറാ പറയുക? കത്തി എന്നൊരു സാധനത്തെ ഹറാം ഹലാൽ എന്ന് പറയാൻ പറ്റുമോ? കത്തി കൊണ്ട് മീൻ മുറിക്കാനും മറ്റുമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഹലാലായ ഉപയോഗത്തിനാണ്. കത്തി കൊണ്ട് നിങ്ങൾ ആളുകളെ കുത്താനാണെങ്കിൽ അത് ഹറാമായ ഉപയോഗത്തിനാണ്. അപ്പോൾ കത്തിയല്ല പ്രശ്നം, കത്തി എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മാധ്യമങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കവിതകളെയും ചില കവികളെയും ശക്തമായി ശകാരിച്ചിട്ടുണ്ട്, അവരെ ശപിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകളോട് കവിത ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുകയും കവിത ചൊല്ലിയവരെ മദീനത്തെ പള്ളിയിലിരുത്തിക്കൊണ്ട് റസൂല് പ്രത്യേകം ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും രണ്ടായി കാണണം.
പാട്ടുകൾ, ആ രീതിയിലുള്ള വിപ്ലവ ഗാനങ്ങളുണ്ടാകും. ഞാനൊരിക്കൽ ഒരു ദിവസം പള്ളിയിൽ സ്ഥിരമായി ജുമുഅക്ക് വന്നിരുന്ന ഒരാൾ, ഗൾഫിൽ നിന്ന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്ന ഒരാൾ പിന്നെ പള്ളിയിൽ ഖുതുബക്ക് ജുമുഅക്കായിട്ട് വരാറുണ്ട്. അപ്പോൾ എല്ലാം മിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടാറുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ ജുമുഅക്ക് കാണുന്നില്ല, അടുത്ത വെള്ളിയാഴ്ചയും കണ്ടില്ല. 2-3 വെള്ളിയാഴ്ച തുടർച്ചയായി കാണാതായപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞ് വീട്ടിൽ പോയി. അങ്ങനെ ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ, കാണാത്തവരെ അന്വേഷിക്കുക എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് പോയി. അപ്പം ഞാൻ ആ കാര്യം അന്വേഷിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ മ്യൂസിക് സംഗതിയൊക്കെ ഹലാലാക്കി, പിന്നെ അങ്ങനെ ഈ ഖുതുബൊക്കെ കേൾക്കാൻ കഴിയുക, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ പള്ളിയിൽ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം സൗഹൃദപരമായി അദ്ദേഹവുമായി സംസാരിച്ചു. കുഴപ്പമില്ല, അദ്ദേഹത്തിന് പറയാനുള്ളതും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും ചിന്താഗതികളും ഒക്കെ നമ്മൾ അംഗീകരിക്കണമല്ലോ, നമുക്കൊന്നിനും പിടിവാശൊന്നും വേണ്ട. ഒക്കെ ഞാൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരാഴ്ച മുമ്പോ മറ്റോ എന്തോ ഇതുമായി ബന്ധപ്പെട്ട ബോധനം മാസികയിലെ ഒരു ചെറിയ ലേഖനം ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് അവിടെ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് പിന്നെ കാണാം, ഇൻഷാ അല്ലാഹ് ഞാൻ ബന്ധപ്പെടാം, നിങ്ങളെ നമ്പർ തരീന്ന് പറഞ്ഞു. ഫോൺ നമ്പർ വാങ്ങിച്ചു. ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഞാൻ കോൾ ചെയ്തപ്പോൾ അടിപൊളി പാട്ടാണ് മൊബൈലിൽ. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എടുത്തുകൊണ്ട് മൊബൈലിൽ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പരിപാടി നിങ്ങൾ ചെയ്യണത്? ഇത്രയും കാര്യങ്ങളൊക്കെ ഹറാമാക്കി നടക്കണം, നിങ്ങൾ പോക്കറ്റിൽ തന്നെ മ്യൂസിക് ഇട്ട് നടക്കണം, വല്ലാത്ത മോശമായി പോയിട്ടാണ്. അതൊരു അനുഭവം. മറ്റൊരാൾ ഈ മ്യൂസിക്കിനെ സംബന്ധിച്ച് നിരന്തരമായി നമ്മൾ അതിൻ്റെ പേര് നിരന്തരമായി ശകാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. അദ്ദേഹം പിന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ബൈക്കുമേൽ ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. ആ സമരത്തിൽ പന്തൽ കെട്ടിയ ആളുകളൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു, മനോഹരമായ വിപ്ലവ ഗാനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആ മുന്നണിയുടെ ഭാഗം എന്ന നിലക്ക് ഇദ്ദേഹം ആ പരിപാടിയിൽ മുന്നിൽ തന്നെ കാലും കയറ്റിയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ബൈക്ക് കണ്ട് പാസ് ചെയ്തു. ഇയാൾ തന്നെയാണോ ഇരിക്കണം എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ മൂപ്പർ തന്നെയാണ്. ആ മൂപ്പരോട് ഞാൻ പിന്നെ ചോദിച്ചു, എന്ത് പരിപാടി ചെയ്യണം, നിങ്ങൾ ഈ മ്യൂസിക്കൊക്കെ ഹറാമാക്കിയിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ മുന്നിൽ കുത്തിരുന്നിട്ട് ആ മ്യൂസിക്കിലൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പിന്നെ രാഷ്ട്രീയമല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലാക്കി ഞാൻ അദ്ദേഹത്തിനുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ചോദിച്ചില്ല, രാഷ്ട്രീയത്തിലാകുമ്പോൾ ഇതും പറ്റുമോ? ഹറാം അവിടെയാണെങ്കിലും ഹറാമാകണ്ടേ, ഇവിടെയാണെങ്കിലും ഹറാമാകണ്ടേ? ഹറാമാണെങ്കിൽ അവിടെയും ഹറാം, ഇവിടെയും ഹറാം. ഇതുപോലെ മൂന്നാമതൊരാൾ, അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം, മൂന്നാമതൊരാൾ കടുത്ത വിരോധിയാണ് ഇതിൻ്റെ പേരിൽ നമ്മളോട് ശക്തമായ വിരോധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹം പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം മത്സരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി, എൻ്റെ പാർട്ടി ഒന്നുമല്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്താൻ ഞാനും ചില ഭാഗങ്ങളിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്കിലുള്ള വണ്ടിയിൽ അതിൽ വിളിച്ച് പറയും, മറ്റേ പാട്ടിടുന്നു. മൂപ്പര് പാട്ടിനും മ്യൂസിക്കിനും കടുത്ത എതിരാണ്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ പാട്ട് മ്യൂസിക്കൊക്കെ ഹറാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് രാഷ്ട്രീയത്തിലാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഹലാലും അതേ സംഗതി മതത്തിൽ, അപ്പോൾ മദ്യപാനം രാഷ്ട്രീയത്തിൽ ഹലാലാകുമോ? പലിശ രാഷ്ട്രീയത്തിൽ ഹലാലാകുമോ? അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ മാറി നിന്നാൽ, സിനിമ വലിയൊരു മാധ്യമം തന്നെയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ വേറെ പറയണം. പാട്ടുകൾ, എല്ലാ പാട്ടും ഞാൻ ഹലാലാക്കിയെന്ന് പറയല്ല. പാട്ടുകളും അശ്ലീലങ്ങളും വൃത്തികേടുകളും നൃത്തങ്ങളും ഡാൻസുകളും പരിപാടികളും അശ്ലീല പരിപാടികൾ തന്നെയാണ് 95% എന്നതിലും സംശയമില്ല. അതുമായി നമ്മൾ അടുക്കാനോ സഹകരിക്കാനോ പാടില്ല. പക്ഷേ ചില കലകൾ നമ്മുടെ പുതിയ തലമുറയൊക്കെ സിനിമ എന്ന മാധ്യമങ്ങളിലൂടെയാണ് വലിയ രീതിയിൽ ഇസ്ലാമിനെതിരെ തിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ, അതേ മാധ്യമം ഹലാലായ സംവിധാനങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അതൊരു ജിഹാദായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ആത്മീയമായ ഈമാനിനോടൊപ്പം കരുത്ത് എന്നുള്ള ആത്മീയമായ കരുത്ത് നമുക്ക് വേണം, രാഷ്ട്രീയമായ കരുത്ത് നമുക്ക് വേണം, അതുപോലെ മാധ്യമരംഗത്തെ കരുത്ത് നമുക്ക് വേണം, ഫിസിക്കലി നമുക്ക് കരുത്ത് വേണം. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ലഈഫ്. ലഈഫായ, ദുർബലനായ, ഒരു ആവതില്ലാത്ത,
മുഅ്മിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ. കാരണം എന്താ പറയുക, ശരീരത്തിന് ശക്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മനസ്സിനും കരുത്ത് കിട്ടും. ശരീരത്തിന് കരുത്ത് വേണം, നല്ല വ്യായാമമൊക്കെ നമുക്ക് വേണം. രാവിലെ നടക്കാനും ഓടാനും ചാടാനും എക്സസൈസൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. സ്ത്രീകൾക്കും സാധിക്കണം, പുരുഷന്മാർക്കും സാധിക്കണം. അങ്ങനെ ആ വിധത്തിലൊക്കെ ഉള്ള കരുത്ത് നിർബന്ധമായും നമ്മൾ കൈവരിച്ചേ പറ്റൂ. ഇസ്സത്ത് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പിന്നെ നമ്മുടെ ആദർശത്തിൻ്റെയും ഒക്കെ വീണ്ടെടുപ്പാണ്. മറ്റൊന്ന്, ഇസ്സത്ത് വീണ്ടെടുക്കാൻ നമുക്ക് വേണ്ടത് ഐക്യമാണ്, ഒന്നിച്ചു നിൽക്കണം. ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ, ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കൽ ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ്. വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസപരമായി നമ്മോട് യോജിപ്പില്ലാത്ത ആളുകളെ പോലും രാജ്യത്തിൻ്റെ പൊതു താൽപര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിർത്തൽ, ചേർത്ത് നിർത്തൽ വിശ്വാസികളുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദർശപരമായി യോജിപ്പുണ്ടായിരുന്നില്ല അബൂ താലിബിന്. വിശ്വാസപരമായി അബൂ താലിബ് ഒരു നിലക്കും യോജിച്ചിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അബൂ താലിബിൻ്റെ പങ്ക് അല്ലെങ്കിൽ സഹായം അത് നിസ്സീമമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന ഘട്ടങ്ങളിൽ നമുക്ക് കാണാം, വിവിധങ്ങളായ പല അമുസ്ലിം സഹോദരങ്ങളും ഇസ്ലാമിൻ്റെ ഐഡിയോളജി സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളെ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ അത് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടാൻ ശ്രമിക്കണം. നമുക്ക് ഒന്നിച്ചു നിൽക്കണം. വിള്ളലിൻ്റെ, അനൈക്യത്തിൻ്റെ, വിയോജിപ്പുകൾ ശക്തമായി പറയണം. എല്ലാ സംഘടനകളും യോജിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. എല്ലാ സംഘടനകളൊന്നും യോജിക്കാൻ കഴിയില്ല. അത് യോജിച്ചാൽ നല്ലത്, പക്ഷെ അത് എളുപ്പമല്ല. സ്ഥാപനങ്ങളായും വിവിധ സംവിധാനങ്ങളൊക്കെയായി നിൽക്കുന്നത് കൊണ്ട് യോജിക്കൽ ഇന്ന് എളുപ്പമല്ല. പക്ഷേ ആ വിയോജിപ്പുകൾ നിലനിർത്തുകയും ശക്തമായി തന്നെ വിയോജിപ്പുകൾ പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യോജിപ്പിൻ്റെ മേഖലകൾ ധാരാളമുണ്ട്. അവിടങ്ങളിൽ നമുക്ക് യോജിക്കാൻ കഴിയണം, നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. നമ്മുടെ ഈ യോജിപ്പുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പാശം, ആ അള്ളാഹുവിൻ്റെ പാശത്തെ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, എല്ലാവരും ഒന്നിച്ച് പിടിക്കണം അള്ളാഹുവിൻ്റെ പാശത്തെ. ആ പാശത്തിൽ നിന്ന് വിടുന്നവർ ചെന്ന് വീഴുന്നത് വലിയ പാതാളത്തിലേക്കായിരിക്കും. ഒരു കഥ പറയാറുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. ഒരു കുട്ടി ഒരു പട്ടം പറത്തുകയായിരുന്നു. കുട്ടി പട്ടം പറത്തി ആ പട്ടം ഇങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്നുപോയി. കുറേ ഉയരത്തെത്തിയപ്പോൾ നൂലിങ്ങനെ കുട്ടി ഇങ്ങനെ വിട്ടുകൊടുക്കുന്നു, പട്ടം ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. കുറേ അപ്പുറത്തെത്തിയപ്പോൾ ഒരു തത്ത, ഒരു പച്ച തത്ത അല്ലെങ്കിൽ ഒരു പരുന്ത് അതിലിങ്ങനെ പറന്നു വന്നു. കഥയാണ്. ആ പരുന്ത് ചോദിച്ചു അത്രേ, പട്ടമേ നിനക്ക് എങ്ങനെ ഇത്ര ഉയരത്തിൽ വരാൻ സാധിച്ചു എന്ന്. അഹങ്കാരിയായ പട്ടം പറഞ്ഞു, ഇതൊക്കെ എന്ത്, എനിക്ക് ഇതിനേക്കാൾ ഉയരങ്ങളിൽ പറക്കാൻ സാധിക്കും, എന്നിട്ട് എന്തേ നീ പറക്കാത്തത്? അതിനെങ്ങനെ, എന്നെ വിട്ടിട്ട് വേണ്ടേ? ആരാ നിന്നെ വിടാത്തത്? താഴോട്ട് നോക്കൂ, ഒരു കുട്ടി എന്നെ പിടിച്ചു വച്ചിരിക്കുകയാണ്, അവനാണ് എന്നെ തടഞ്ഞു വച്ചിരിക്കുന്നത്. ആ നൂല് അവൻ വിടാത്തത് കൊണ്ടാണ്. അതവൻ വിട്ടാൽ ഞാൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും എന്ന് അഹങ്കാരിയായ ഈ പട്ടം പറഞ്ഞു. അപ്പോൾ പരുന്ത് ചോദിച്ചു അത്രേ, ഈ നൂലാണോ നിനക്ക് തടസ്സം? എങ്കിൽ അത് ഞാൻ പൊട്ടിച്ചു തരാം. അങ്ങനെ പരുന്ത് ചെന്ന് പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചതും കറങ്ങി ലക്ഷ്യം തെറ്റി കൺട്രോൾ നഷ്ടപ്പെട്ട പട്ടം ഏതോ ഒരു കുണ്ടിൽ വീണു പോവുകയാണ്. ഈ നൂലാണ് സഹോദരങ്ങളെ ആ പട്ടത്തെ ഇത്രയും ഉയരങ്ങളിൽ സഞ്ചരിക്കാൻ സഹായിച്ചത്. ആ നൂല് കൊണ്ടാണ് ഇത്രയും ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞത്. വഅതസിമു ബിഹബിലില്ലാ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കണേ. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു കയറുണ്ട്, അത് ദീനാണ്. ആ ദീനാകുന്ന കയറിൽ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ ഉയർച്ചയും പ്രതാപവും അന്തസ്സും നേടാൻ കഴിഞ്ഞത്. ആ കയർ, ആ നൂല് ഒരു ഭാരമായി നിങ്ങൾക്ക് എന്ന് തോന്നുന്നുവോ അന്ന് നിങ്ങൾ തലകുത്തി താഴെ വീഴും, അന്ന് നിങ്ങൾ നശിക്കും. ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തു ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതിനെല്ലാം പുറമെ അള്ളാഹുമായിട്ടുള്ള ബന്ധം സുദൃഢമായിരിക്കണം ഒരു വിശ്വാസിയുടെ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ,
എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒരാൾ വിച്ഛേദിച്ചാൽ, ആ വിച്ഛേദിക്കുന്നതിൻ്റെ ഏറ്റവും മൂർത്തി രൂപമാണ് ഈ ശിർക്ക് ചെയ്യുക എന്നുള്ളത്. അള്ളാഹുമായിട്ടുള്ള ആ പാശത്തെ ആരെങ്കിലും പൊട്ടിച്ചു കളഞ്ഞാൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ ആരെങ്കിലും തകർത്ത് കളഞ്ഞാൽ, ഫകഅന്നമാ ഖറ മിനസ്സമാ, അവൻ ആകാശത്ത് നിന്ന് തകർന്നു വീണവനെ പോലെയാണ്. ഉപരിലോകത്ത് നിന്ന് ഒരാൾ വീഴുക, ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു വിമാനത്തിൽ ഒരാൾ സഞ്ചരിക്കുകയാണ്, ആ വിമാനത്തിൽ നിന്ന് ഒരാൾ താഴെ വീഴുന്നു എന്ന് സങ്കല്പിക്കുക. ഫകഅന്നമാ ഖറ മിനസ്സമാ, ആകാശ ലോകത്ത് നിന്ന് താഴെ വീഴുന്നവനെ പോലെയാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചവൻ. ഫതഖ്തഫുഹു ത്വയ്റു, അപ്പൊ എന്താ സംഭവിക്കുക? പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും. കഴുകന്മാർ ഈ വീഴുന്ന ഈ ശരീരത്തെ, കൺട്രോൾ റൂമുമായി കൺട്രോൾ നഷ്ടപ്പെട്ടുള്ള വിമാനം പിന്നെ എങ്ങോട്ടാണ് പോവുക? അതിൻ്റെ സിഗ്നൽ കിട്ടുന്നില്ല, അത് ഏതെങ്കിലും കോണിൽ പോയി വീഴുന്നത് പോലെ. ഇവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞാൽ ഫതഖ്തഫുഹു ത്വയ്ർ, ധാരാളം പക്ഷികളുണ്ട്, ആ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും. മുഫസ്സിറുകൾ പറയുന്ന ഇവിടുത്തെ പക്ഷി അത് ശൈത്വാനാണ്. അള്ളാഹുമായി ഒരാൾ ബന്ധം മുറിച്ചു കളഞ്ഞാൽ പിന്നെ അവനെ റാഞ്ചുന്നത് പിശാചായിരിക്കും. ഫതഖ്തഫുഹു ത്വയ്ർ, പിശാച് അവനെ കുത്തിവലിക്കും. പിന്നെ പിശാച് പറയുന്നതനുസരിച്ചായിരിക്കും അവൻ്റെ പ്രസംഗങ്ങൾ, അവൻ്റെ നിലപാടുകൾ, അവൻ്റെ വർത്തമാനങ്ങൾ, അവൻ്റെ എഴുത്തുകൾ, അവൻ്റെ സ്റ്റേജുകളും പേജുകളും ഒക്കെ പിശാചിൻ്റെ കൽപ്പനക്കനുസരിച്ചായിരിക്കും. ഔ തഹ്വീ ബിഹി റിയഹു, അല്ലെങ്കിൽ കാറ്റ് അവനെ തെളിച്ചു കൊണ്ടുപോകും. കാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഇച്ഛയാണ്, അവൻ്റെ താല്പര്യങ്ങളാണ്. അവൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും പിന്നെ ഈ മനുഷ്യൻ സഞ്ചരിക്കുക. ഔ തഹ്വീ ബിഹി റിയഹു ഫീ മകാനിൻ സഹീഖ്, കാറ്റ് അവനെ കൊണ്ടുപോയി ഇടുന്നത് എവിടെയാണ്? ഒരു പുഴുമണ്ണിലല്ല, അല്ലെങ്കിൽ ഒരു മഞ്ഞ് പഞ്ഞിയുടെ കട്ടയിലല്ല. ഒരു പഞ്ഞിയിലാണ് വീഴുന്നതെങ്കിൽ ഒരു പക്ഷേ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടെന്ന് വരാം. ഒരു പൂഴിയിലാണെങ്കിലും വലിയ അപകടങ്ങൾ സംഭവിക്കാതെ രക്ഷപ്പെട്ടെന്ന് വരാം. അവനെ കൊണ്ടിടുന്നത് ഫീ മക്കാനിൻ സഹീഖ്, വളരെ ഹാർഡായിട്ടുള്ള, നമ്മളെ മാർബിളൊക്കെ പോലെ അല്ലെങ്കിൽ പാറ പോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിടും. അവിടെ എങ്ങാനും വീട് കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല പിന്നെ എടുക്കാൻ. അത്രമേൽ നീ ചിന്നിച്ചിതറിപ്പോകും നിന്റെ ഇച്ഛകളുടെ പിന്നാലെ നീ പോയാൽ. അള്ളാഹുമായിട്ടുള്ള ഈ ബന്ധം മുറിച്ചാൽ, അള്ളാഹു തന്നിട്ടുള്ള ഈ പാശമുണ്ടല്ലോ, ഈ നൂലുണ്ടല്ലോ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാർ മുല്ലപ്പൂ വെക്കാറുണ്ടല്ലോ, മുല്ലപ്പൂ വെക്കാത്ത സഹോദരിമാർ വളരെ കുറവാണ്. ആ മുല്ലപ്പൂവിൻ്റെ ഓരോ പൂക്കളെയും ചേർത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത ഒരു നൂലാണ്. ആ നൂലാണ് ഇതിനെ കോർത്തിണക്കിയിട്ടുള്ളത്. ആ നൂല് ഊരിയെടുത്താൽ പിന്നെ ഈ ഓരോ പൂവിനും ചേർന്ന് നിൽക്കാൻ കഴിയില്ല. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സംഘടന വ്യത്യാസമില്ലാതെ നിങ്ങൾ വിയോജിക്കുമ്പോഴും നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം: നമ്മളെയെല്ലാം ഒരുമിച്ച് നിർത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാം റബ്ബ് ഒന്നാണ്, നമ്മുടെ എല്ലാം നബി ഒന്നാണ്, നമ്മുടെ എല്ലാം ഖിബില ഒന്നാണ്, നമ്മുടെ എല്ലാം ഖുർആൻ ഒന്നാണ്, നാം എല്ലാം വിശ്വസിക്കുന്നത് ഒരേ അള്ളാഹുവിലാണ്, നമ്മുടെ എല്ലാം നേതാവ് ഒന്നാണ്, നമ്മുടെ എല്ലാം ഐഡിയോളജി ഒന്നാണ്. ശാഖാപരമായി നമ്മൾ പലവിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. അങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഇസ്സത്ത്, വീണ്ടെടുക്കുന്ന ഇസ്സത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് പണികളും പരിപാടികളൊക്കെയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, പരിശുദ്ധ റമളാൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഇസ്സത്തിനെ വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇസ്സത്തിനെ മാറ്റുകൂട്ടാൻ, നമ്മുടെ ഈമാനിനെ ദിക്റുകൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും ഖുർആനിൻ്റെ തിലാവത്ത് കൊണ്ടും, തിലാവത്തുൽ ഖുർആനുണ്ട്, ഖിറാഅത്തുൽ ഖുർആനുണ്ട്, തഫക്കുറുൽ ഖുർആനുണ്ട്, തദബ്ബുറുൽ ഖുർആനുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനാണ്. ഖിറാഅത്തുൽ ഖുർആൻ നോർമൽ ഒരു വായനയാണ് ഖുർആനിൻ്റെ. അതിനേക്കാൾ അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് തിലാവത്തുൽ ഖുർആൻ. പിന്നെ തദ്ബീറുൽ ഖുർആനാണ്, തഫക്കുറുൽ ഖുർആനാണ്. ഖുർആനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. നമ്മൾ ആ വായിക്കുന്ന അർത്ഥതലങ്ങളെക്കുറിച്ച് ഒരൽപ്പം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ കഴിയണം. പിന്നെ തദബ്ബറുൽ ഖുർആനാണ്. അതിന് ആഴങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് തദബ്ബറുൽ ഖുർആൻ. അങ്ങനെ ഖുർആനിൻ്റെ വായനകളിലൂടെ, ഹദീസിൻ്റെ പഠനങ്ങളിലൂടെ, അതിന് അനുസൃതമായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന സുജൂദുകളിലൂടെ, നിസ്കാരങ്ങളിലൂടെ, നമ്മുടെ അദ്കാറുകളിലൂടെ, സ്വലാത്തുകളിലൂടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പൊട്ടിക്കാൻ കഴിയണം. പാറ പോലെ ഉറച്ചു പോയിട്ടുള്ള ഹൃദയത്തെ
പൊട്ടിക്കാൻ കഴിയണം. അത് പൊട്ടിക്കഴിഞ്ഞാൽ, പാറ പൊട്ടിയാൽ, തേങ്ങ പൊട്ടിയാൽ, ആ തേങ്ങയിൽ നിന്ന് വെള്ളമൊലിക്കുന്ന പോലെ നമ്മുടെ ഹൃദയം പൊട്ടിയാൽ നമ്മൾ അറിയാതെ കരയണം. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. അത് ഹൃദയം പൊട്ടിയതിൻ്റെ അടയാളമാണ്. അങ്ങനെ ശക്തമായ ഈമാനിലൂടെ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലൂടെ, ശക്തമായ ഈമാനിലൂടെ, നമ്മുടെ ഭൗതികമായ കരുത്തിലൂടെ, അതോടൊപ്പം നമ്മുടെ ഐക്യത്തിലൂടെ ഈ ഉമ്മത്തിന് ഇസ്സത്ത് വീണ്ടെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള, അന്തസ്സുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.